ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി നാളായപ്പല്ലേ ഞാൻ വീഡിയോയിൽ വന്നിട്ട്. ഇപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് ഹെയർ കളർ ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണാം. ഞാൻ കൂടുതലും ഹെയർ കളറിങ് വീട്ടിൽ തന്നെ ആണ് ചെയ്യുന്നത്. കാരണം നമുക്ക് പറ്റത്തില്ല ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലാണെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്താൽ പിന്നെ ഒരു വലിയ ചെലവില്ലാതെ ചെയ്യാം. എന്നാലും ഒരു സ്ട്രീക്കിനൊക്കെ തന്നെ പറയുന്ന കേൾക്കാം, ജസ്റ്റ് ഒരു ഹെയർ ഇങ്ങനെ കളർ ചെയ്യുന്നതിന് തന്നെ അവര് 250ഒക്കെയാണ് രൂപ വാങ്ങിക്കുന്ന നാട്ടില്. ഇവിടെ ഹെയർ കളറിങ് ഞാൻ ചെയ്ത് നോക്കിയപ്പം അവരവര് പറഞ്ഞത് ഇതേപോലെ സെയിം 25 പൗണ്ട്സ് ജസ്റ്റ് ഒരു ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അപ്പം ഞാൻ ഇന്ന് എന്നാ വിചാരിച്ചേക്കുന്നത്, കളർ ചെയ്യാന്ന് വെച്ചു. അപ്പം ഒത്തിരി പേര് എന്നോട് പറഞ്ഞായിരുന്നു എങ്ങനെയാ കളർ ചെയ്യുന്നത്. നമ്മുടെ അഷ്ഡയിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്, നമ്മുടെ ഇഷ്ടംപോലെ കളേഴ്സ്. ഞാനിപ്പം ഇതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് അമോണിയ ഫ്രീ ആണ് സംഭവം. ശരിക്കും കാണുന്നില്ലല്ലേ? അപ്പം ഞാൻ കാണിക്കാം, ഒരു മിനിറ്റ്. ഇതാണ് സംഭവം, ഷാർട്ട് പ്രൂഫിന്റെ കളറാണ്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇത് സെലക്ട് ചെയ്യാൻ കാരണം ഇത് അമോണിയ ഫ്രീ ആണ്, ഇച്ചിരി അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. അവരൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട് നോ അമോണിയ, കണ്ടില്ലേ? അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മള് ഫുൾ അപ്ലൈ ചെയ്യുക. അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, 48 hours മുന്നേ നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യണം. അലർജി ടെസ്റ്റ് നമ്മൾ ഇന്നർ എൽബോയിലാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ് എല്ലാവരെയും ബോറടിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണാം. നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്ത് 2 ദിവസം മുന്നേ, അതായത് 48 hours മുന്നേ ചെയ്യുന്നതാണ് നല്ലത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ആദ്യം ഇതിന്റെ എങ്ങനെയാണ് അലർജി ടെസ്റ്റ് ചെയ്ത് വന്ന് നമുക്ക് കാണിക്കാം. അപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിക്കാവേ. ഇതാണ് ആപ്ലിക്കേറ്റർ ബോട്ടിൽ. അപ്പം നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുമ്പം നേരത്തെ ഇത് മിക്സ് ചെയ്ത് വെക്കരുത് കേട്ടോ. മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളർ കിട്ടത്തില്ല. അപ്പം ഇതുണ്ടല്ലോ, ഇത് വന്നിട്ട് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു കയ്യിൽ ടച്ച് ചെയ്ത് നമ്മുടെ ഇന്നർ എൽബോയില് അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഇച്ചിരി അപ്ലൈ ചെയ്താൽ 48 മണിക്കൂർ മുന്നേ കേട്ടോ, 2 ദിവസം മുന്നേ അപ്ലൈ ചെയ്യണം. അപ്പം പിന്നെ ഇത് കണ്ടോ, ഇതാണ് കളർ ക്രീം. ഇത് വന്നിട്ട് ഇതേപോലെ ഒരു ഇച്ചിരി എടുത്ത് ഇന്നർ എൽബോയിലോ റിസ്റ്റിലോ എല്ലാം അപ്ലൈ ചെയ്യണം. അതാണ് ഏറ്റവും നമ്മുടെ സെൻസിറ്റീവ് പാർട്ട്. അതുകൊണ്ടാണ് നമുക്ക് അത് അറിയുന്നത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇപ്പൊ ഈ കളർ തന്നെ നമ്മൾ വീണ്ടും വാങ്ങിച്ച് യൂസ് ചെയ്യുവാണെങ്കിലും അലർജി ടെസ്റ്റ് അത്യാവശ്യമാണ്, മറക്കല്ലേ. പിന്നെ എന്താ അതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ ഒരു മാസ്ക് ഉണ്ട്. നമ്മുടെ ജസ്റ്റ് കളർ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം കളർ ചെയ്യുന്നത് ഭയങ്കര കേടാണ്, തലയ്ക്ക് മുടിക്ക് ഭയങ്കര കേടാ. അപ്പം അതൊരു മാസ്ക് ആണ്, ഇന്റൻസീവ് കെയർ മാസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ മാസ്ക് ഉണ്ട്. ഇത് നമ്മൾ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ലീഫ്ലെറ്റ് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്. അത്രയാണ് സംഭവം. ഇനിയും നമ്മൾ അലർജി ടെസ്റ്റ് എല്ലാം ചെയ്ത് പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം, ഒരു 2 ദിവസം മുന്നേ ഹെയർ വാഷ് ചെയ്യാതിരിക്കുന്നതല്ലേ. നമ്മുടെ മുടി നല്ല ഡ്രൈ ആയിരിക്കണം. ആ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല കളർ കിട്ടും. അപ്പം നമുക്കെന്നാ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാലോ. അപ്പം അപ്ലൈ ചെയ്യുന്നതിന് ഞാൻ ഓൾറെഡി 2 ദിവസം മുന്നേ, 2 അല്ല 3 ദിവസമായി അലർജി ടെസ്റ്റ് ചെയ്തിട്ട്. പിന്നെ ടൈം ഒന്നും കിട്ടിയില്ല, ഓഫ് കിട്ടുമ്പോഴല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പം ഞാൻ ടെസ്റ്റ് ഒക്കെ നേരത്തെ ചെയ്തു, അലർജി ഒന്നും ഇല്ല. ഞാൻ എന്റെ ബൊട്ടോക്സ് ട്രീറ്റഡ് ഹെയർ ആണ്, എല്ലാം പോയി തുടങ്ങി. അപ്പൊ ആ ബൊട്ടോക്സിന്റെ കാര്യങ്ങളും സ്മൂത്തനിങ്ങിന്റെ കാര്യങ്ങളും എല്ലാം വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും, ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത്. അപ്പം ഇന്ന് നമുക്ക് കളറിങ്ങിന്റെ കാര്യം പറയാം. അപ്പം നമ്മൾ ഈ ആപ്ലിക്കേറ്റർ ഇല്ലേ, ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു സംഭവം ഉണ്ട്. അത് കെമിക്കൽ അതിൻ്റെ അകത്തുണ്ട് സംഭവം. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് മിക്സ് ചെയ്യുമ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മാക്സിമം കയ്യിലൊന്നും പെരളാതെ നോക്കിയാൽ മതി. ഇതിപ്പോ ഞാൻ ഓൾറെഡി ഓപ്പൺ ആണ്. ഇത് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് ഞാൻ അലർജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത സംഭവമാണ്. അപ്പൊ ഇത് നമ്മൾ ഫുള്ള് സ്ക്യൂസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. ഇങ്ങനെ ഫുള്ള് സ്ക്യൂസ് ചെയ്യണേ. അപ്പൊ ഞാൻ ഫുള്ള് സ്ക്യൂസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലോസ് ചെയ്തു. ഞാൻ ഈ നോസ്ട്രൽ ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ നല്ലതായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്താൽ നല്ലതായിട്ട് ആ 2 ക്രീമും അതും കൂടെ നല്ലതായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഷെയ്ക്ക് ചെയ്യണം.
ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നോസിൽ ഓപ്പൺ ചെയ്യുക. ഈ നോസിൽ ഓപ്പൺ ചെയ്താൽ അപ്പം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം ഇത് വന്ന് എയറുമായിട്ട് കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്തില്ലെങ്കിൽ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് ഗ്ലൗസ് ഇടുക, മറക്കാതെ ഗ്ലൗസ് ഇടണം. പിന്നെ മെയിൻ ഇത് നമ്മുടെ ഡ്രസ്സ് നല്ല ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് ചെയ്യരുത്. ഏതെങ്കിലും അഥവാ നമ്മുടെ കളർ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പോകണമെങ്കിൽ എന്റെ സ്റ്റെയിൻ ഒക്കെ പോകണമെങ്കിൽ ഭയങ്കര പാടാണല്ലോ. അപ്പം ഏതെങ്കിലും ഒരു അഴുക്ക് തുണി എടുത്തിടുക. എന്നിട്ട് ഈ ഗ്ലൗസ്, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഗ്ലൗസ് കിട്ടും. ഗ്ലൗസ് ഇടുക തലയിലോട്ട്. നമ്മൾ എണ്ണയൊന്നും വാരി പുരട്ടല്ലാരും കേട്ടോ. എണ്ണ നമുക്ക് ഉള്ള ഒരു മെയിൻ പ്രോബ്ലം ആണ് തലയിൽ ഒത്തിരി എണ്ണ വെക്കുന്നത്. അപ്പം നമ്മൾ 2 ദിവസം മുന്നേ ഹെയർ വാഷ് ചെയ്ത ഇതായിരിക്കണം. എണ്ണയൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പം ഞാൻ ഇതട്ടെ. ഓക്കെ, റെഡി. അപ്പം ആദ്യം നമ്മള് ഇവിടെ കണ്ടില്ലേ, നല്ല ഗ്രേ ഹെയർ ഉണ്ട്. എനിക്ക് ഫുള്ളി ഗ്രേ ഹെയർ ആണ്. എന്റെ കുഞ്ഞിലെ തൊട്ട് ഞാൻ നരയ്ക്കാൻ തുടങ്ങി. അതെന്തോ ഹോർമോണൽ ചേഞ്ചസ് ആണെന്നാ പറഞ്ഞത്. ഫുള്ള് ഗ്രേ ഹെയർ ആണ്. അപ്പം നമുക്ക് ഈ കളറ് വന്നിട്ട് പറഞ്ഞേക്കുന്ന ഈ കളർ കണ്ട, ഈ കളറാ വരുമെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ബ്ലാക്ക് ഹെയറിലൊന്നും ആ കളർ വരത്തില്ല. അങ്ങനെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലീച്ച് ചെയ്താലേ ആ കളറൊക്കെ വരത്തുള്ളൂ. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ ഈ മെയിൻ ഉദ്ദേശിച്ചിട്ടുള്ള ഗ്രേ ഹെയർ ഉള്ളവർക്കാണ്. ഞാൻ ഇതിങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്യത്തേ ഉള്ളൂ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അപ്ലൈ ചെയ്യുക. മുടിക്ക് കേടാണെന്നറിയാം കളർ ചെയ്യുന്നതും അത്. പക്ഷെ നമ്മുടെ ഈ ഗ്രേ ഹെയർ മറയ്ക്കാൻ ഇതല്ലാതെ ഞാൻ ആദ്യം ഹെന്ന ചെയ്യുമായിരുന്നേ. പക്ഷെ ഹെന്ന ചെയ്യുമ്പം ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് മുടി ഒത്തിരി ഡ്രൈ ആവും. എനിക്കാണെങ്കിൽ ആദ്യം ഞാൻ മൈലാഞ്ചി ഒക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ മൈലാഞ്ചി ഒക്കെ കുറെ മെനക്കെടുമായിരുന്നു, അരച്ച് പുരട്ടുമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അത് നല്ലതാ. നമ്മുടെ ഈ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കലാ, ഫുള്ള് കെമിക്കലാണ് ഈ ഹെന്ന. ഇതല്ല, ഹെന്ന കെമിക്കലാണ്. അതെന്റെ മുടി ഒത്തിരി ഒന്നുകൂടെ ഡ്രൈ ആയതുപോലെ തോന്നി. അങ്ങനെ ഞാൻ ഹെന്ന പുരട്ടുന്നത്. അതെന്നല്ല, ഹെന്ന ഇച്ചിരി മെനക്കേടായി. നമ്മൾ തലേദിവസം മിക്സ് ചെയ്ത് വെക്കണം. ഹെന്ന മുടിക്ക് ഒരുവിധം നല്ലതാണ്, പക്ഷെ ഒത്തിരി ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാനങ്ങ് നിർത്തിയത്. അത് തന്നെയല്ല, ഇത് ഇച്ചിരി കൂടി എളുപ്പമുണ്ടല്ലോ. മറ്റേ നമുക്ക് അത്രയും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കളറിലോട്ട് തിരിഞ്ഞു. അത് തന്നെയല്ല, ഞാൻ സ്മൂത്തനിങ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, സ്മൂത്തനിങ് ചെയ്തെന്ന് വെച്ചാൽ എത്ര 3 വർഷം മുന്നേ ചെയ്തേ, അത് ഫുള്ള് പോയി. അപ്പം അവര് പറഞ്ഞായിരുന്നു ഹെന്ന അപ്ലൈ ചെയ്യരുത് എന്ന് പറഞ്ഞിനി. അപ്പം അങ്ങനെ ഹെന്ന തേക്കുന്നത് നിർത്തി കളറിലോട്ട് തിരിഞ്ഞു. പിന്നെ UK വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ തണുപ്പിനുണ്ടല്ലോ, എനിക്ക് മെയിൻ പ്രശ്നം അതാണ്. നമ്മൾ തണുപ്പത്ത് ഹെന്ന ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭയങ്കര പാടാ. നമുക്ക് ആ തണുപ്പ് വെച്ചുകൊണ്ട് എന്നെ നമ്മൾ മിനിമം ഒരു 1.5-2 മണിക്കൂർ വെക്കുന്നതല്ലോ. മേക്ക് ഷുവർ കണ്ണിലൊന്നും വീഴല്ല, കെമിക്കലാണ്. ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് ഇപ്പം, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കണ്ണാടിയിലൊന്നും നോക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുക്കുക, അപ്ലൈ ചെയ്യുക. കണ്ടോ, ഈ ആ കോഡിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക ശരിക്കും. പിന്നെ നമ്മുടെ തലയിൽ മുറിവ് അങ്ങനൊന്നും ഉള്ളപ്പം ഇത് അപ്ലൈ ചെയ്ത് കേട്ടോ. അപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര അലർജി ഇല്ലെന്ന് പറഞ്ഞാലും നമ്മളെ ഭയങ്കരമായിട്ട് അത് കയറി അഫക്റ്റ് ചെയ്യും. കൊണ്ട് ആരും മുറിവുള്ള തലയിലൊന്നും കയറി, ചെറിയ മുറിവാണേലും ഇത് അപ്ലൈ ചെയ്യരുത്. കയറി അപ്ലൈ ചെയ്താൽ നമുക്ക് ഫുൾ അത് അലർജിക് റിയാക്ഷൻ പോലെ ആകും. അവർ പ്രത്യേകം പറയുന്നുണ്ട് പൂണ്ടുള്ളതൊന്നും തലയിൽ അപ്ലൈ ചെയ്യരുത്. അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്ന് അപ്ലൈ ചെയ്യുക. ഞാൻ ഫുൾ ഹെയറിൽ അങ്ങ് അപ്ലൈ ചെയ്യും. ശരി, ഈ ഗ്രേ ഹെയർ മാത്രമേ കവർ ചെയ്യാനാണെന്ന് പറഞ്ഞാലും ഞാൻ ഫുൾ അങ്ങ് അപ്ലൈ ചെയ്യും. പക്ഷെ കളർ നമുക്ക് വരുന്നത് ഗ്രേ ഹെയറിൽ മാത്രമേ കളർ വരത്തില്ല. ഈ ബ്ലാക്ക് ഹെയറിലൊന്നും കളർ പിടിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ മാക്സിമം നമ്മുടെ നെറ്റിയിലൊന്നും ആകാതെ, അല്ലെങ്കിൽ ചുമന്നിരിക്കും. എനിക്ക് ഈ കളർ ഇഷ്ടം. ഓരോരുത്തരുടെ ഇഷ്ടമാണോ ഏത് കളർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഈ കളർ ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. പിന്നെ അപ്പം ഫുൾ അപ്ലൈ ചെയ്തിട്ട് വരാവേ. ഇങ്ങനെ ബാക്ക് സൈഡ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെയാണ് ഓരോരുത്തരും ഓരോ രീതിയാണ്. ഇത് തന്നെ ഇപ്പണ്ട കാണിക്കുന്നത് എന്നൊന്നും കാര്യം വിചാരിക്കരുത്. ഇത് ഞാനിങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്യത്തുള്ളൂ. ഒന്നുമില്ല, മുടിയിലെല്ലാം പിടിക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ കണ്ണിലൊന്നും ആകാതെ നോയിക്കോണേ.
ഏകദേശം തീരാറായി. കണ്ടോ, കളർ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? പിടിക്കാത്ത നമ്മൾ മെയിൻ ഈ ബാക്കിലൊക്കെ ഇച്ചിരി പിടിക്കാകുമ്പോ അത്രയും തണുപ്പില്ല കേട്ടോ നമ്മുടെ ഹെന്ന ചെയ്യുന്നു. പിന്നെ ഹെന്ന ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ കുറെ ടിപ്സ് പറഞ്ഞുതരാം. ഗ്രേ ഹെയർ ഉള്ളവർക്ക് എന്ന് വെച്ചാൽ ഹെന്ന വന്ന് നമ്മൾ തലേ ദിവസം മിക്സ് ചെയ്യണം. നമ്മള് കൂടുതലും ഹെർബൽ ഹെന്ന കിട്ടുമല്ലോ, അതാണ് ഇച്ചിരി കൂടെ ബെസ്റ്റ്. ഹെർബൽ ഹെന്ന വാങ്ങിക്കുക. നമ്മൾ തലേ ദിവസം രാത്രി മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ല. ഒരു എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഒരു 12 hours എങ്കിലും മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഹെന്ന മിക്സ് ചെയ്യണമെങ്കിൽ അതിൽ ഇതേപോലെ ഹെന്ന പൗഡർ എടുക്കുക. നമുക്ക് തലയ്ക്ക് നല്ല തൈര് നല്ലതാണ്. നാരങ്ങാനീര്, ഒരു അരമുറി നാരങ്ങാനീര്, ഇച്ചിരി 2 സ്പൂൺ തൈര്, തേയിലപ്പൊടി ഇടുന്നതെന്ന് വെച്ചാൽ ഇച്ചിരിയും കൂടെ നല്ല ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടി തേയിലപ്പൊടി ചേർക്കാം. തേയിലപ്പൊടി ചേർക്കുന്നതിന് വരെ അതിന്റെ വെള്ളം, തേയില വെള്ളം ഉണ്ടല്ലോ, തേയില വെള്ളം എടുത്ത് നമുക്ക് ആ തേയില വെള്ളത്തില് ഹെന്ന പൗഡർ മിക്സ് ചെയ്യാം. അങ്ങനെ എന്നിട്ട് പിന്നെ എക്സ്ട്രാ സംഭവങ്ങൾ ബീട്രൂട്ട് പറ്റുവാണെങ്കിൽ ചേർക്കാം. അതിനൊക്കെ സമയം ഉണ്ടവരാണെങ്കിൽ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ടല്ലോ അതെടുക്കാം. ബീട്രൂട്ട് വേവിച്ച്, അതൊക്കെ ഇച്ചിരി മെനക്കേടാണെങ്കിൽ അതൊക്കെ വിട്ടേക്കുക. ജസ്റ്റ് ഇത്രയും മാത്രം ചെയ്തത്. അപ്പൊ ഏകദേശം ഞാൻ മൊത്തം അപ്ലൈ ചെയ്തു. ഇനി ഇങ്ങനെ ചുറ്റി കണ്ടോ, ഞാനൊരു ക്ലിപ്പിട്ട് വെക്കും. ഒരു ക്ലിപ്പിട്ട് വെക്കാം. അപ്പം ഇത് അരമണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും വെക്കരുത്. അരമണിക്കൂർ ചെയ്യോ എനിക്ക് ഒത്തിരി കളർ വരുമല്ലോ എന്ന് വെച്ചാലും അരമണിക്കൂറിൽ കൂടുതൽ ഒന്നും വെക്കാൻ നിൽക്കണ്ട, പണി കിട്ടും. അപ്പം ഈ ഗ്ലൗസ് അങ്ങനെ ഊരി വിടുക, കാരണം ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൗസ് വീണ്ടും ആവശ്യമാണ്. അപ്പം ഗ്ലൗസ് ഊരി വെച്ചു. ഇനിയും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അലാം സെറ്റ് ചെയ്യാൻ പോയത്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. നമ്മൾ ഈ ½ an hour എന്നുള്ളതൊന്നും ഓർക്കത്തില്ല, ഡ്രസ്സിലൊക്കെ കുറച്ച് പെട്ട്. അപ്പം നമ്മൾ ഈ ½ an hour ഓർക്കത്തില്ല. അപ്പൊ ഉടനെ തന്നെ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ സെറ്റ് ചെയ്യുക, അലാം സെറ്റ് ചെയ്യുക. ഇങ്ങനെ ലൈറ്റായിട്ട് ഈ സൈഡിലൊക്കെ പറ്റിയത് ഇങ്ങനെ തൂത്തെടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ കളർ അങ്ങനെ ഇരിക്കും. അപ്പം ഗൈസ് എല്ലാരും ട്രൈ ചെയ്യണം. ഇനിയും ഹെന്നയുടെ കാര്യം ഞാൻ പറഞ്ഞു തീർന്നില്ലായിരുന്നു അല്ലേ. അപ്പം ഹെന്നയുടെ കാര്യം എന്ന് വെച്ചാല് തൈര്, നാരങ്ങാനീര്, തേയിലവെള്ളത്തിൽ മിക്സ് ചെയ്യുക, ഓവർനൈറ്റ് വെക്കുക. പിന്നെ ഈ തുമ്മലിന്റെ ഒക്കെ പ്രശ്നമുള്ളവരുണ്ടല്ലോ, എനിക്ക് പണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്ത് തുമ്മലിന്റെ ഒക്കെ പ്രശ്നമുണ്ടായിരുന്നു. രാവിലെ എണ്ണിക്കുമ്പോഴേ തുമ്മലായിരുന്നു. അപ്പം അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഗ്രാമ്പു ഉണ്ടല്ലോ, ഗ്രാമ്പുവിന്റെ ഒരു 2 ഗ്രാമ്പു എടുത്ത് അതിന്റെ തിട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ് ചെയ്യുവാണെങ്കിൽ തുമ്മലൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ അതേപോലെ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ മാക്സിമം ഇരുമ്പിന്റെ കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇരുമ്പിന്റെ കണ്ടെയ്നർ മിക്സ് ചെയ്യുന്നത് നമ്മുടെ തലയ്ക്ക് നല്ല, അതിന്റെ ഇരുമ്പ് സത്തൊക്കെ നമുക്ക് കിട്ടും, അത് നല്ലതാണ്. അപ്പം ഹെന്നയുടെ കാര്യം എത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അത്ര വെക്കുക, 1.5 മാക്സിമം 2 മണിക്കൂറേ വെക്കാവുള്ളൂ ഹെന്ന. അത് കഴിഞ്ഞ് വാഷ് ചെയ്യുക. അപ്പം ഹെന്ന വാഷ് ചെയ്യുമ്പോഴാട്ടെ ഇത് വാഷ് ചെയ്യുമ്പോഴാട്ടെ നമ്മള് ഷാമ്പു യൂസ് ചെയ്യാൻ പാടില്ല. ഇത് 20 മിനിറ്റ്സ്, ഇത് അരമണിക്കൂർ വെക്കുക. ഹെന്ന വന്നിട്ട് നമ്മൾ 1.5-2 മണിക്കൂർ വെച്ച് ചെയ്യരുത്, ജസ്റ്റ് ഹെയർ വാഷ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇത് കളറിന് വേണ്ടി അതിന്റെ മാസ്ക് അപ്ലൈ ചെയ്യുക. മാസ്ക് ഇടണം. അതിന്റെ ഞാൻ മുമ്പേ കാണിച്ചില്ലേ ഒരു കൊച്ചു കവർ, ആ മാസ്ക് ഇടുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കളറിങ്ങിന്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇനി ഹെയർ വാഷ് ചെയ്യാൻ നേരത്ത് അടുത്ത വീഡിയോ ഞാൻ എടുക്കാം, ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ. പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്നാ പറയാനുള്ള, അപ്പം ഈ 20 മിനിറ്റ്സ് നമ്മൾ ചുമ്മാ ഒന്നും ഇരിക്കണ്ട, എന്തായാലും നല്ല പണിയുണ്ടല്ലോ വീട്ടില്. ആ സമയത്ത് ഇനിയിപ്പം ഞാൻ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വന്നതാ. അന്നേരം പാത്രം കഴുകാൻ കിടക്കുന്നു, ചോറ് വെക്കണം, കറി വെക്കണം, പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ 20 മിനിറ്റ്സ് നമ്മൾ അലാം വെക്കുക, അലാം സെറ്റ് ചെയ്യുക, പോയി പാത്രം കഴുകാം, ചോറ് വെക്കാം. അപ്പം പിന്നെ കാണാം, ഹെയർ വാഷ് ചെയ്യാൻ നേരത്തെ കാണാം. ഹലോ ഗൈസ്, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, തലയൊക്കെ കഴുകുന്നു. എന്താന്ന് വെച്ചാൽ അത് ജസ്റ്റ് കഴുകി കളയുക. അതിൻ്റെ കൂട്ടം കിട്ടുന്ന കുഞ്ഞു പാക്കറ്റിലെ മാസ്ക്, അത് ഫുൾ അപ്ലൈ ചെയ്യേണ്ട, ഒരു ഇച്ചിരി മതി. നമ്മൾ ഈ കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്യുന്ന കൂട്ട് ജസ്റ്റ് ഡാം ഹെയറിലോട്ട് നമ്മൾ വാഷ് ചെയ്യുക ആദ്യം. നല്ലതായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഈ എന്നാ പറയുന്ന മാസ്ക്, ഒരു ചെറിയ പാക്കറ്റ്, അത് ഫുൾ എടുക്കരുതേ, അത് ഒരു ഇച്ചിരി നമ്മുടെ കണ്ടീഷണറിനെ പോലെ എടുത്ത് അപ്ലൈ ചെയ്യുക. അതൊരു 3 മിനിറ്റ്സ് വെക്കണം. 3 മിനിറ്റ്സ് വെച്ചിട്ട്
കഴുകി കളയുക. അപ്പം എല്ലാം കഴുകി എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ കണ്ടോ എൻ്റെ ഗ്രേ ഹെയർ നേരത്തെ കണ്ടായിരുന്നല്ലോ വീഡിയോ അല്ലേ, അപ്പം ആ ഗ്രേ ഹെയർ ഫുള്ള് കവറായിട്ടുണ്ട്. പിന്നെ ഈ തലയോട്ടിയിലുള്ള കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നെക്സ്റ്റ് നമ്മൾ ഷാമ്പു ചെയ്യുമ്പം ഒരു നാളെയോ അല്ലെങ്കിൽ 2 days കഴിഞ്ഞിട്ട് ഷാമ്പു ചെയ്താൽ മതി. ഷാമ്പു ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ കളറൊക്കെ അങ്ങ് പോകും, നമ്മുടെ തലയോട്ടിയിലെ കളറൊക്കെ അങ്ങ് പോകും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ. ഇനിയിപ്പം മുടിയെല്ലാം ഒന്ന് സെറ്റായി ഉണങ്ങി കഴിയുമ്പം ഞാൻ പറ്റുവാണെങ്കിൽ ഒരു ഫോട്ടോയും വിടാം. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ഐഡിയ കിട്ടും. കുളിച്ച് വന്നല്ലേ ഉള്ളൂ, അപ്പം നനഞ്ഞ് ഇപ്പം എനിക്കൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. അതെ, ഒന്നും കാണുന്നില്ല, ഒന്നും ഒരു ഗ്രേ ഹെയർ പോലും കാണുന്നില്ല. കേട്ടോ, ഫുള്ള് കളറാണ്. അപ്പം നമുക്ക് ആ കളർ കറക്റ്റ് നമ്മുടെ ഇപ്പം അപ്ലൈ ചെയ്ത കളർ എടുത്തറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഇപ്പം അത്ര അറിയുന്നില്ല. കാണിക്കാവേ, ഒരു മിനിറ്റ്. കേട്ടോ, മുമ്പത്തെ ആ കളറ് കാണുന്നുണ്ടോ? ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ വെയിലത്തൊക്കെ നിൽക്കുമ്പോഴൊക്കെ നല്ലതായിട്ട് അറിയാൻ പറ്റും ഈ കളറ്. പക്ഷേ അങ്ങനെ ഇത് പക്ഷേ നമ്മുടെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് അധികം അറിയാത്തത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ഇടാൻ കാണാൻ പറ്റും ഒന്നുകൂടെ. അപ്പം ഞാനൊന്ന് സെറ്റായിട്ട് വരട്ടെ.